ഒഡീഷ ഗ്രാമീൺ ബാങ്കിൽ പണം പിൻവലിക്കാൻ സഹോദരിയുടെ അസ്ഥികൂടവുമായി യുവാവ് എത്തിയ സംഭവത്തിൽ ക്ലെയിം നടപടികൾ പൂർത്തിയായി. അക്കൗണ്ടിലുണ്ടായിരുന്ന തുക നിയമപരമായ അവകാശികൾക്ക് കൈമാറിയതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ബാങ്ക് വീണ്ടും രംഗത്ത്. ഒഡീഷ ഗ്രാമീൺ ബാങ്കിൽ മരിച്ച സഹോദരിയുടെ അസ്ഥികൂടവുമായി യുവാവെത്തിയ സംഭവത്തിൽ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം ബാങ്ക് അധികൃതർ അവകാശികൾക്ക് കൈമാറി. സർക്കാർ അധികൃതർ ഇന്ന് മരണ സർട്ടിഫിക്കറ്റും അനന്തരാവകാശ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയതിന് പിന്നാലെയാണ് ബാങ്കിന്റെ നടപടി. സർക്കാർ അധികൃതർ മരണ സർട്ടിഫിക്കറ്റും അനന്തരാവകാശ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയതിന് പിന്നാലെയാണ് ബാങ്കിന്റെ നടപടി. അക്കൗണ്ടിലുണ്ടായിരുന്ന 19,402 രൂപ ബാങ്ക് നിയമപരമായ 3 അവകാശികൾക്കാണ് ചട്ടങ്ങൾ പാലിച്ച് കൈമാറിയത്. മരിച്ചയാളെ നേരിട്ട് ഹാജരാക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ജീതു മുണ്ട എന്ന വ്യക്തി സഹോദരിയുടെ ഭൗതിക അവശിഷ്ടവുമായി ബാങ്കിലെത്തിയത്. മരിച്ചയാളെ നേരിട്ട് ഹാജരാക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ജീതു മുണ്ട എന്ന വ്യക്തി സഹോദരിയുടെ ഭൗതിക അവശിഷ്ടങ്ങളുമായി ബാങ്കിലെത്തിയത് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് വീണ്ടും വ്യക്തമാക്കി. ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ്. മദ്യലഹരിയിലായിരുന്ന യുവാവിന് മരണാനന്തര ക്ലെയിമുകൾ സംബന്ധിച്ച ബാങ്കിംഗ് നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇത്തരം ഒരു നാടകീയ സംഭവത്തിലേക്ക് നയിച്ചത്. അക്കൗണ്ട് ഉടമ മരിച്ച സാഹചര്യത്തിൽ പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ മാർഗങ്ങൾ ബാങ്ക് മാനേജർ വ്യക്തമായി പറഞ്ഞുകൊടുത്തിട്ടും അത് അംഗീകരിക്കാൻ അയാൾ തയ്യാറായില്ലെന്നും ബാങ്ക് നേരത്തെ തന്നെ ഔദ്യോഗികമായി വിശദീകരിച്ചിരുന്നു. ഉപഭോക്താക്കൾക്ക് ഉത്തരവാദിത്തത്തോടെയും സുതാര്യതയോടെയും കരുതലോടും കൂടി സേവനം നൽകാൻ ഒഡീഷ ഗ്രാമീൺ ബാങ്ക് പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ പുതിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.